ഇല്ല. ഇനി മാത്രമല്ല, ഇത് കേട്ടോ, ഇത് അബുൽ ഹസൻ അലി നദ്വി എഴുതിയ പുസ്തകമാണ്. അബുൽ ഹസൻ നദ്വിന് മുജാഹിദൊന്നും ഇല്ലല്ലോ. അദ്ദേഹം നല്ല തബ്ലീഗ് ജമാഅത്തിൻ്റെ നല്ല സൂഫി അയാളാണ്. അദ്ദേഹം ഇതിൽ തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒക്കെ പറയുന്നുണ്ട്. അജ്മീറിൽ ഉറൂസ് നടക്കുന്ന അവസരങ്ങളിൽ വഴിയോരത്ത് ജനങ്ങൾക്ക് വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും ഹുക്ക വലിക്കാനുമുള്ള സൗകര്യങ്ങൾ മൗലാനയുടെ നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയിരുന്നു. ഇത് മുജാഹിദികളല്ല കേട്ടോ. അജ്മീർ ദർഗ തബ്ലീഗ് ജമാഅത്താർക്ക് അറിയാലോ, പോലെ ആസ്ഥാനം അജ്മീറിൽ തന്നെയാണല്ലോ. അല്ല, അജ്മീറിൽ സോറി, പിന്നെ നിസാമുദ്ദീൻ. ഡൽഹിയിലെ ഏറ്റവും വലിയ ഇതിൻ്റെ അജ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദാറാണല്ലോ. ഷിർക്കിൻ്റെ കൊടിയ കേന്ദ്രമാണ് അവിടെ. അവിടെ വരുന്ന ആളുകൾക്ക് ഉത്സവം നടക്കുമ്പോൾ അതൊന്നും മുജാഹിദികൾ എഴുതില്ല, ഇത് ഔദ്യോഗികമില്ല എന്ന് പറയണ്ട. അബുൽ ഹസൻ അലി നദ്വി എഴുതി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മുഫക്കിറുൽ ഇസ്ലാം ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. ഇതിൽ പറയാണ്, മൗലാനയുടെ നിർദ്ദേശപ്രകാരം ഉറൂസിന് വരുന്ന ആളുകൾക്ക് വഴിയോരങ്ങളിൽ വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും ഹൂക്ക വലിക്കാനുമുള്ള സൗകര്യങ്ങൾ മൗലാനയുടെ നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയിരുന്നു. ആർക്ക്? ഇപ്പം കള്ളുടിക്കാൻ വരുന്ന ആളുകൾക്ക് കള്ളിനേക്കാൾ വലിയ അപകടമാണ് ജാറത്തേക്ക് വരിക എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞെന്താ? السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഈ അടുത്തിടെയായി വിസ്ഡം ഗ്രൂപ്പുകാർ നടത്തിയ മുഖാമുഖ പരിപാടി അഥവാ തബ്ലീഗ് ജമാഅത്ത് പിഴച്ചതാണ് എന്നും അവരുടെ വിശ്വാസങ്ങൾ ഷിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് എന്നും സമർത്ഥിക്കുന്നതിന് വേണ്ടി അവർ ആ പരിപാടിയിൽ കൊണ്ടുവന്ന ഒരു മലയാള പുസ്തകത്തിന്റെ ഭാഗം അവർ ആ സ്ക്രീനിലൂടെ കാണിച്ചതാണ് മുകളിൽ ഇട്ടിരിക്കുന്ന മലയാളം. അതിലൂടെ അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇല്യാസ് കാന്തലവി റഹ്മഹുല്ല എന്ന് പറയുന്ന മഹാപണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളിൽപ്പെട്ട ആ പണ്ഡിതൻ ഉറൂസിന് വരുന്ന ജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്ന വ്യക്തിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവർ ആ മലയാള പുസ്തകത്തിലെ ഏതാനും വരികൾ വായിക്കുകയും കേൾവിക്കാരെ ആകെ വഞ്ചിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയണമെങ്കിൽ ഈ സംഭവം വിശദീകരിക്കുന്ന ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് ഇല്യാസ് കാന്തലവി റഹ്മഹുല്ലായുടെ ദഅവത്തിന്റെ രീതി എന്തായിരുന്നു എന്നും അദ്ദേഹം ഈ സമൂഹത്തിൽ ചെയ്ത സേവനങ്ങൾ എന്താണ് എന്നും ഒക്കെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലാണ് ഈ സംഭവം വിശദീകരിച്ചിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിന്റെ പേര് ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഇല്യാസ് और उनकी दीनी दावत എന്ന പേരിലാണ് ആ ഗ്രന്ഥം അറിയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇല്യാസ് റഹ്മഹുല്ലായും അദ്ദേഹത്തിന്റെ ദീനി പരിശ്രമവും ദഅവത്തിന്റെ മാർഗവും ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനായിരുന്ന മുഫക്കിറുൽ ഇസ്ലാം മൗലാന സയ്യിദ് അബൂ ഹസൻ അലി നദവി റഹ്മഹുള്ളയാണ്. മുജാഹിദുകൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അബൂ ഹസൻ അലി നദവി റഹ്മഹുള്ള. അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലാണ് ആ സംഭവം വിശദീകരിക്കുന്നത്. ആ സംഭവം എന്താണ് എന്ന് എല്ലാവരും ശ്രദ്ധയോടുകൂടി വായിക്കുകയും കേൾക്കുകയും ചെയ്യുക.
ബഹുമാനപ്പെട്ട അബൂ ഹസൻ അലി നദ്വി റഹ്മഹുല്ലാ, മുഹമ്മദ് ഇല്യാസ് കാന്തലവി റഹ്മഹുല്ലായുടെ ദീനി ദഅവത്തിനെ സംബന്ധിച്ച് വിവരിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ മുജാഹിദുകൾ കൊണ്ടുവന്ന് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത്. ആ ഭാഗമാണ് ഞാൻ ഇവിടെ ഇട്ട് നീല മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. ആ ഭാഗം നോക്കുക, എന്താണ് അവിടെ പറയുന്നത്? ദൂസരെ മുസൽമാനോങ്കെ പുഷ്തൗർ ജാഹിൽ തബക്ക പർ, മുസ്ലിമീങ്ങളിൽ നിന്ന് ആരും പരിഗണിക്കാത്തവർ, താഴേക്കിടയിലുള്ളവരെ, അതുപോലെ തന്നെ അറിവില്ലാത്തവരെ, തറഹുമോ ശഫഖത്ത്, അവരോടുള്ള കാരുണ്യത്തിന്റെയും അതുപോലെ തന്നെ വാത്സല്യത്തിലും അവർ ഉങ്കി താലീമോ തബ്ലീഗി ഫിക്റോ ഹിർസ്, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, ദീൻ എത്തിച്ചു കൊടുക്കണമെന്നുള്ള ചിന്തയും അത്യാഗ്രഹവും ബഡേ ഇഹ്തിമാം സെ, വളരെ പ്രാമുഖ്യത്തോടു കൂടി തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് കാരണത്താൽ ഏക് മക്തബ് സടക് കെ കിനാരെ, ജനങ്ങൾ സാധാരണ നടന്നു പോകുന്ന ഒരു വഴിയുടെ ഭാഗത്ത്, മസ്ജിദ് സെ മുത്തസിൽ, പള്ളിയോട് ചേർന്ന്, അവർ ഏക് മക്തബ് ആകെ ബെടുക്കർ ചൊറാഹിയ പർ കാഹിം കറായ, ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥലത്ത് ഒരു തമ്പ് ഉണ്ടാക്കി, ഒരു കേന്ദ്രം ഉണ്ടാക്കി. നമുക്ക് കാണാം അവിടെ കായിം കറായ എന്ന സ്ഥലത്ത് 1 എന്ന് നമ്പർ ഇട്ട് കൊടുത്തിട്ട് അതിന് ഹാഷിയ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി മക്തബ് എന്ന് പറഞ്ഞത് കൊണ്ട് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്, ഏതെങ്കിലും മദ്രസയാണ് എന്നോ പള്ളിയാണ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ദീനീ കേന്ദ്രങ്ങളാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് എന്നവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇത്ര മാത്രം, ജനങ്ങൾ സാധാരണ നടന്നു പോകുന്ന വഴിയിൽ അവർക്ക് ദീനിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയും ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കേന്ദ്രം, ഒരു സ്ഥലം ഉണ്ടാക്കി. ഉസ്മേ ഹുക്ക പാനി കാ ഇഹ്തിമാം കറായ, അവിടെ ഹുക്ക ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി. और शाहिरी और मेवाती मुबल्लिगीन को ताकीद की कि वहां बैठे और आते जाते राहगीर मुसलमानों को मोहब्बत और शफकत से बुलाए. എന്നിട്ട് തദ്ദേശവാസികളും മേവാത്തികളുമായ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കണം, അവിടെ വരികയും പോവുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളെ വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വിളിക്കണം. ആ വഴിയിലൂടെ പോകുന്ന മുസ്ലിമീങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കണം. ഫുക്ക പാനി സെ ഉൻകി തവാലു കരെ, ഹുക്ക കൊണ്ട് അവരെ നിങ്ങൾ സ്വാഗതം ചെയ്യണം. ഉൻകാ കലിം, എന്നിട്ട് പറയും ഉൻകാ കലിമ സുനേ ഔർ ഉൻകു കലിമയെ ഖൈർ സുനായേ, അവരുടെ സംസാരം നിങ്ങൾ കേൾക്കണം, എന്നിട്ട് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഔർ ദീൻ സീഖ്നെ കാ ശൗഖ് ദിലായേ, ദീൻ പഠിക്കാനുള്ള ആഗ്രഹം അവരിൽ ഉണ്ടാക്കിയെടുക്കണം. ഉസ്കാ മൗലാനാക്കു ഇത്തിനാ ഇഹ്തിമാം ഥാ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇല്യാസ് ഖാന്തലവി റഹ്മത്തുള്ളാഹിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് അഥവാ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലും അറിവില്ലാത്തവരുമായ ജനങ്ങളെ ദീൻ എത്തിച്ചു കൊടുക്കുന്നതിന് ഇത്രത്തോളം അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു. കെ ആദമിയോങ്കു വഹാം ബേജ്തേ തെ,
മറ്റ് ആൾക്കാരെ ആ സ്ഥലത്തേക്ക് അദ്ദേഹം അയക്കുമായിരുന്നു. വഹാം കെ ഹാലാത് കി തഫ്തീഷ് വതജസ്സുസ് റഖ്തേ. അവിടത്തെ അവസ്ഥകൾ എന്താണ്, അവിടെ എന്താണ് നടക്കുന്നത്, മൗലാന ഉദ്ദേശിച്ചതുപോലെ ദീൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി വേറെയും ആൾക്കാരെ അവിടേക്ക് അയച്ചിരുന്നു. ഉൻകെ ഹുക്ക പാനി കെ ഇഹ്തിമാം കി ഫളീലത്തോ സവാബ് ബയാൻ കർത്തേ തെ. അവർക്ക് കൊടുക്കുന്ന ഹുക്കയുടെ പ്രാധാന്യത്തെയും ശ്രേഷ്ഠതയെയും പ്രതിഫലത്തെയും സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നു. ഇനിയാണ് മുജാഹിദുകൾ ഇടയിൽ നിന്ന് കട്ട് കൊണ്ടുവന്ന ആ ഭാഗം ആരംഭിക്കുന്നത്. ये जमाना अजमेर के अरस का था. ഈ സംഭവം, ഈ കാലഘട്ടം അജ്മീറിൽ ഉറൂസ് നടക്കുന്ന കാലഘട്ടമായിരുന്നു. हिंदुस्तान के अकिनाफो अतराफ के बकसरत गरीब मुसलमान हजरत निजामुद्दीन औलिया की जियारत के लिए आते. ഈ അജ്മീറിൽ സിയാറത്ത് നടക്കുന്ന സന്ദർഭത്തിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിസാമുദ്ദീൻ ഔലിയായുടെ ദർഗയിലേക്ക് ധാരാളം ആൾക്കാർ എത്തുമായിരുന്നു, സിയാറത്തിന് വേണ്ടി വരുമായിരുന്നു. അവർ രാസ്താമേ താസ ഹുക്ക ठंडा पानी और गनासाया देखकर दम लेने के लिए ठहर जाते. അജ്മീർ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗയിലേക്ക് വരുന്നവർ ഈ തമ്പ് കണ്ടുകൊണ്ട് അവർ വിശ്രമത്തിന് വേണ്ടി ഈ തമ്പിലേക്ക് വരുമായിരുന്നു. തണുത്ത വെള്ളവും ഹുക്കയും കണ്ടുകൊണ്ടവർ അവിടേക്ക് എത്തുമായിരുന്നു. അപ്പൊ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ തണുത്ത വെള്ളവും ഹുക്കയും കാണുമ്പോൾ അവർ ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലത്തേക്ക് എത്തുമായിരുന്നു. और इतनी देर में मुबल्लिगीन अपना काम कर जाते. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഇല്യാസ് കാന്തലവി റഹ്മഹുല്ല ആരെയാണോ അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ ഏൽപ്പിച്ചിരുന്ന മുബല്ലിഗീങ്ങൾ, അവർ അവരുടെ ജോലി ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ദീൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കബി ഉൻകു നർമി വ മുലാത്തബത്ത് ബുലാത്താത്തെ. ചിലപ്പോൾ അവരെ വളരെ മയത്തോടും കൂടി അവരെ വിളിക്കുമായിരുന്നു. അവർ അപ്പിന പൈആം സുനാദെ. അവരുടെ സന്ദേശം അഥവാ ദീനിന്റെ സന്ദേശം, പരിശുദ്ധമായ കലിമയുടെ സന്ദേശം ആ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. സദ്ഹാ ജാഹിലോ മുസൽമാനെങ്കെ കാൻമേ. ഇതേ രീതിയിൽ കൂടി അറിവില്ലാത്ത പാമരന്മാരായിരുന്ന ജനങ്ങളുടെ കാതുകളിൽ ദീൻ കി ബാത് പട് ഗയി, ദീനിന്റെ സന്ദേശം അലയടിച്ചു. और अल्लाह ताला ही को इल्म है कि उसके कितने बंदों के लिए रास्ता चलते हिदायत का सबब बन गई. ഈ പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തത് കാരണത്താൽ ആ വഴിയിലൂടെ സഞ്ചരിച്ച എത്രയോ ആൾക്കാർ സന്മാർഗം കണ്ടെത്തി. സന്മാർഗം കണ്ടെത്തുന്നതിന് കാരണമായി बाल औका सुबह की नमाज से पहले बाल उलमा को मुत्तहिर उजाने वाली सड़क पर भेजते गए के गाड़ी बानो और 70 बानों को तबलीग करे. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇല്യാസ് ഖാൻ തലവി റഹ്മഹുല്ല സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ചില പണ്ഡിതരെ
ഈ വഴികളിലൂടെ പറഞ്ഞയക്കും. അതിലെ പോകുന്നവർക്ക് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ മഹത്തായ പരിശ്രമത്തെയും സന്ദേശത്തെയും സംബന്ധിച്ചാണ് മുജാഹിദുകളിൽപ്പെട്ട ഫൈസൽ മൗലവിയും കൂട്ടാളികളും ചേർന്നിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇല്യാസ് ഖാൻ തലവി റഹ്മത്തുള്ളാഹി അജ്മീർ ദർഗയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ക്ഷീണം വരുമ്പോൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി വഴിയോരങ്ങളിൽ വെള്ളം വെച്ചിരുന്നു. അവരെ വെള്ളം കൊടുത്ത് സൽക്കരിച്ചിരുന്നു. അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ മുജാഹിദുകൾക്ക് ദീനിനോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ, സമുദായത്തോട് അല്പമെങ്കിലും ബാധ്യതയുണ്ട് എങ്കിൽ, നിങ്ങൾ എവിടെയാണോ സ്റ്റേജ് കെട്ടിക്കൊണ്ട് ഈ ഫിത്ന പരത്തിയത്, ഈ വഞ്ചന കാണിച്ചത്, ഈ നിഫാഖിത്തരം പ്രകടിപ്പിച്ചത്, നിങ്ങൾ അതേ സ്ഥലത്ത് സ്റ്റേജ് കെട്ടിക്കൊണ്ട് പൊതുജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഇല്യാസ് ഖാൻ തലവി റഹ്മത്തുള്ളാഹി എന്ത് പ്രവർത്തനമാണ് ചെയ്തിരുന്നത് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല എല്ലാ മുഹ്സിനീങ്ങളുടെ ഫിത്നകളിൽ നിന്നും നമ്മെയും നമ്മുടെ സമുദായത്തെയും കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സമുദായത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.